എൻ്റെ സ്കൂളിൻ്റെ വരാന്തയിലേക്ക് ഞാൻ പോയി. എൻ്റെ സാറേ, അപ്പോൾ കിട്ടിയൊരു ഉഷാറുണ്ടല്ലോ. അന്ന് ലൂബിക്ക് വിറ്റ് കിട്ടുന്ന 25 പൈസയുണ്ട്. അത് കയ്യിൽ കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. അന്നാണ് ബേസിക്സ് ഓഫ് മണി, അല്ലേ, പൈസയുടെ ബേസിക്സ് പഠിക്കുന്നത്. അങ്ങനെ 17ാമത്തെ വയസ്സിൽ സ്വന്തം ഫാദറിൻ്റെ റെസ്റ്റോറൻറ്റിൽ സപ്ലയറായിട്ട് ജോലിക്ക് കയറിയപ്പോൾ പിന്നീട് അത് ദിവസം 50 രൂപയായിട്ട് മാറി. അങ്ങനെ മാസം 1500 രൂപയിൽ ഏകദേശം 3 വർഷത്തോളം ജോലി ചെയ്യുന്നു. പക്ഷേ അന്ന് അവിടെ നിന്ന് ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് 19 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ റെസ്റ്റോറൻറ്റ് നൽകിയത്. അങ്ങനെ 19 വയസ്സ് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ്, അവിടെ നിന്ന് അങ്ങോട്ട് 14 എണ്ണം, 19 സൂപ്പർ മാർക്കറ്റുകൾ, കാറ്ററിംഗ് കമ്പനികൾ, ഈവൻ്റ് കമ്പനികൾ, അങ്ങനെ ടേൺ ഓവർ കോടികളിലേക്ക് എത്തിയപ്പോൾ സ്വന്തം രക്ഷപ്പെടുന്നുവെന്ന റിയാലിറ്റി മനസ്സിലാക്കിയപ്പോൾ മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ കൂടി സമ്പന്നരാക്കിക്കൂടാ? ആ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. കാരണം ഒരാൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമ്പോൾ അവർക്ക് അതിനുള്ള വക കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഭക്ഷണം കഴിക്കാനുള്ള വക ഉണ്ടാക്കിയുള്ള പണി പറഞ്ഞു തന്നാലോ ഏതോ നല്ലത്, അല്ലേ? ഒരു നേരത്തെ ആഹാരത്തിലുള്ള വക തരണോ ജീവിതകാലം മുഴുവൻ രാജാവിനെ പോലെ ജീവിക്കാനുള്ള വഴി പറഞ്ഞു തരണോ? അല്ലേ? അപ്പോ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം എവിടെന്നറിയാം? ജീവിതത്തിൽ ഉപദേശിച്ചു തരാൻ, വഴികൾ പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു, എനിക്കുമില്ലായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാൻ. ആ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് ഒരു കുറവും എനിക്ക് സംഭവിക്കാനില്ല. അതുകൊണ്ട് തന്നെ ആ വഴി നിങ്ങൾക്കും പറഞ്ഞു തരാം. റെഡി? യെസ്. അപ്പൊ നമുക്ക് വിഷൻ 2026 ഈ വർഷം 2 കോടി രൂപ നേടാനുള്ള ആ ഒരു ഷോർട്ട് കട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഗോൾ. വാട്ട് ഈസ് ഗോൾ? വാട്ട് ഈസ് ഗോൾ? ലക്ഷ്യം. 2 കോടി ലക്ഷ്യം. ഇങ്ങനെ പറയുന്നത് ജീവിതത്തിൽ ഗോൾ ഇല്ലാത്ത ഒരാളും ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. എങ്ങനെ? എന്നാൽ ഗോളുള്ള എല്ലാവരും വിജയിച്ചിട്ടുമില്ല. മനസ്സിലായില്ല? ജീവിതത്തില് ഗോളുള്ള എല്ലാവരും വിജയിച്ചിട്ടുമില്ല, എന്നാൽ ഗോളില്ലാത്ത ആരും വിജയിച്ചിട്ടില്ല. അപ്പൊ എന്ത് വേണം? ഗോൾ വേണം, അല്ലെ? ലക്ഷ്യം വേണം. ആ ലക്ഷ്യം നിങ്ങൾ 2026 പറഞ്ഞു.